മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ വീണ്ടും ചോര ചീന്തുന്ന തരത്തിലുള്ള മാരകമായ സൈനിക ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിർത്തി പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തുനിന്നും അടിയും തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ അപ്രതീക്ഷിതവും അതിശക്തവുമായ ആക്രമണം ഹിസ്ബുള്ള അഴിച്ചുവിട്ടിരിക്കുകയാണ്. തെക്കൻ ലെബനനിലെ തന്ത്രപ്രധാനമായ ഇസ്രായേൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ഹിസ്ബുള്ള ഒരേ സമയം റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. വടക്കൻ അതിർത്തി മേഖലയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ വ്യൂഹങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് ഹിസ്ബുള്ള ഈ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ. അതിർത്തി കടന്നുള്ള ഈ മാരക പ്രഹരത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അഭിമാനകരമായ പ്രത്യേക കമാൻഡോ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇസ്രായേൽ സൈനിക നേതൃത്വത്തെയും ഭരണകൂടത്തെയും ഒരേ സമയം ഞെട്ടിക്കുകയും വൻതോതിലുള്ള രാഷ്ട്രീയ സൈനിക ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ എലൈറ്റ് മഗ്ലാൻ കമാൻഡോ യൂണിറ്റിലെ അംഗമായ 21 വയസ്സുള്ള സർജന്റ് ഫസ്റ്റ് ക്ലാസ് നിർബൻ അരി ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും മികച്ചതും അതിവേഗത്തിലുള്ള നീക്കങ്ങൾക്ക് പേരുകേട്ടതുമായ പ്രത്യേക കമാൻഡോ വിഭാഗമാണ് മഗ്ലാൻ യൂണിറ്റ് എന്നത് സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് അതീവ രഹസ്യമായ ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ പരിശീലനം ലഭിച്ച ഇത്തരം ഒരു എലൈറ്റ് ഫോഴ്സിൻ്റെ അംഗത്തിന് ജീവൻ നഷ്ടമായത് ഇസ്രായേലിന് വലിയൊരു തിരിച്ചടിയാണ്. തെക്കൻ ലെബനനിലെ ഖ്വാർ തെഫ്ബിന് മേഖലയ്ക്ക് സമീപം താൽക്കാലികമായി നിലയുറപ്പിച്ചിരുന്ന ഇസ്രായേൽ സൈനിക വ്യൂഹത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ഹിസ്ബുള്ളയുടെ രാത്രികാല ആക്രമണം അരങ്ങേറിയത്. നിശാന്ധകാരത്തിൻ്റെ മറവിൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ഒന്നിനു പുറകെ ഒന്നായി പതിച്ച സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോണുകളാണ് അവിടെയുണ്ടായിരുന്ന സൈനികന് മേൽ കടുത്ത നാശനഷ്ടം വിതച്ചത്. റോക്കറ്റുകളുടെ വലിയൊരു നിര തന്നെ ഇതിനൊപ്പം ഹിസ്ബുള്ള പ്രയോഗിച്ചതിനാൽ ഇസ്രായേൽ സൈനികർക്ക് പെട്ടെന്ന് പ്രതിരോധം തീർക്കാനോ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറാനോ സാധിച്ചിട്ടില്ല. ഈ ഇരട്ട ആക്രമണത്തിൽ നിർബൻ അരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടതായാണ് IDF ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് 13 ഇസ്രായേൽ സൈനികർക്ക് ആക്രമണത്തിൽ കടുത്ത പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് സൈനിക വക്താക്കളെ ഉദ്ധരിച്ചുള്ള അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അതിർത്തിയിലെ സൈനിക ആശുപത്രികളിലേക്കും മറ്റ് അത്യാധുനിക മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്കും ഹെലികോപ്റ്ററുകൾ മാർഗം മാറ്റുകയുണ്ടായി. ആക്രമണം നടന്നയുടൻ തന്നെ ഇസ്രായേൽ വടക്കൻ അതിർത്തിയിലും തെക്കൻ ലെബനനിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ക്രൂരവും മാരകവുമായ പ്രഹരം ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മഗ്ലാൻ യൂണിറ്റിൻ്റെ താവളത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ആയതിനാൽ തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ സൈനികരുടെ കൃത്യമായ നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി വ്യക്തമായ രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടാകാമെന്ന സംശയവും സൈനിക വൃത്തങ്ങൾക്കിടയിൽ ശക്തമാണ്. ലെബനൻ അതിർത്തിയിൽ സമാധാനം നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ സജീവമായി നടക്കുന്നതിനിടെയാണ് ഈ ചോരകളി അരങ്ങേറിയത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം വെറുമൊരു സാധാരണ അതിർത്തി ലംഘനമല്ലെന്നും മറിച്ച് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന സൈനിക ശക്തികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതാണെന്നും വ്യക്തമാണ്. ഇറാൻ്റെ പൂർണ്ണ പിന്തുണയോടെയുള്ള പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തങ്ങളുടെ അത്യാധുനിക ആയുധശേഖരത്തിൻ്റെ കരുത്ത് തെളിയിക്കാൻ കൂടിയാണ് ഈ അവസരം വിനിയോഗിച്ചത്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ സാങ്കേതികവിദ്യ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ടെന്ന വാദത്തിന് അടിവരയിടുന്നതാണ് ഈ ആക്രമണത്തിൻ്റെ രീതി. ഇസ്രായേലിൻ്റെ വിഖ്യാതമായ അയൺ ഡോം ഉൾപ്പെടെയുള്ള ആകാശ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും അന്ധമാക്കാൻ ഇത്തരം കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന സ്ഫോടക ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. ഖ്വാർ തെഫ്ബിലെ സൈനിക പോസ്റ്റിന് നേരെ ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകൾ അയച്ചതിലൂടെ ഇസ്രായേലിൻ്റെ റഡാർ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൊല്ലപ്പെട്ട സർജന്റ് നിർബൻ അരിയുടെ വിയോഗം ഇസ്രായേൽ സമൂഹത്തിൽ വലിയ തോതിലുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവ കമാൻഡറുടെ മരണം രാജ്യം വലിയൊരു നഷ്ടമായാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹപ്രവർത്തകരെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദാരുണമായ കൊലപാതകത്തിന് ഹിസ്ബുള്ള വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യുദ്ധ മന്ത്രിസഭാ യോഗം ചേർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ കനത്ത ആഘാതത്തിന് എങ്ങനെ മറുപടി നൽകണം എന്നതിനെക്കുറിച്ചാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾക്കും ഒപ്പം കരമാർഗമുള്ള കടുത്ത നടപടികൾക്കും ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും പുറത്തുവരുന്നത്.
ഈ സാഹചര്യത്തിൽ തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികാര നടപടികൾ ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന ഭയമാണ് ഈ ജനവിഭാഗങ്ങളെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ വ്യോമസേന ലെബനനിലെ പല ഭാഗങ്ങളിലും ബോംബാക്രമണം നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ സംഭവം അതിനേക്കാൾ ഭീകരമായ ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്നുറപ്പാണ്. ഇറാന്റെ സഖ്യകക്ഷികളിൽ ഏറ്റവും ശക്തരായ ഹിസ്ബുള്ളയുടെ ഈ നീക്കം വെറുമൊരു പ്രാദേശിക പ്രകോപനമല്ല, മറിച്ച് മേഖലയിലെ വലിയൊരു ശക്തി പ്രകടനമായാണ് വിലയിരുത്തുന്നത്. ഗാസയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ലെബനൻ അതിർത്തിയിലും രണ്ടാം മുന്നണി സജീവമായി നിലനിർത്തുക എന്നത് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പ്രഖ്യാപിത താൽപ്പര്യമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധയും വിഭവങ്ങളും പലയിടങ്ങളിലായി വികേന്ദ്രീകരിക്കാൻ ഈ തന്ത്രം അവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്. പലസ്തീൻ ജനതയ്ക്കും ലെബനനിലെ രക്തസാക്ഷികൾക്കും വേണ്ടിയുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ സൈന്യം തങ്ങളുടെ മണ്ണിൽ നടത്തുന്ന അതിക്രമങ്ങൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള ശക്തമായ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും ഹിസ്ബുള്ള നേതൃത്വം നൽകിക്കഴിഞ്ഞു. ഈ പുതിയ സൈനിക അസ്ഥിരത അന്താരാഷ്ട്ര തലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന മേഖലയിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും ഇരുവിഭാഗത്തെയും ശാന്തരാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുമ്പോഴും ലെബനനിലേക്ക് യുദ്ധം പടരുന്നത് തടയണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്വന്തം മണ്ണിലെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആഭ്യന്തരമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഇസ്രായേൽ സർക്കാരിനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമാൻഡോ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വെറുതെ ഇരിക്കാൻ ഇസ്രായേൽ സൈന്യം ഇനി തയ്യാറാകുമോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഒളിത്താവളങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമാക്കി ഇസ്രായേൽ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്നാണ് യുദ്ധവിദഗ്ധർ പ്രവചിച്ചിരിക്കുന്നത്. മേഖലയിലെ ഈ പെട്ടെന്നുള്ള സൈനിക വളർച്ച മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ലെബനൻ ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങാൻ ഈ യുദ്ധം കാരണമായേക്കാം എന്ന വിലയിരുത്തലുകൾ വരുന്നതിനൊപ്പം തന്നെ ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങൾക്ക് മേൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേൽ ജനതയും അതിർത്തി പ്രദേശങ്ങളിൽ ഭീതിയിലാണ് കഴിയുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് വരെ പതിക്കാൻ സാധ്യതയുള്ളതിനാൽ വടക്കൻ ഇസ്രായേലിലെ പകര നഗരങ്ങളിലും ബോംബ് ഷെൽട്ടറുകൾ തുറന്നു കഴിഞ്ഞു. ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാനും സൈനിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും പ്രാദേശിക ഭരണകൂടങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖ്വാർ ഹിസ്ബുള്ള നടത്തിയ ഈ മാരകമായ ഡ്രോൺ റോക്കറ്റ് ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽ വീണ കനത്ത പ്രഹരമാണെന്നും വിലയിരുത്തലുണ്ട്. മഗ്ലാൻ യൂണിറ്റിലെ യുവ സൈനികന്റെ മരണം ഇസ്രായേലിന്റെ സൈനിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പരാജയപ്പെട്ടോ എന്ന കടുത്ത ആശങ്കയാണ് നിലവിലെ സാഹചര്യങ്ങൾ ഉയർത്തുന്നത്. അതിർത്തി മേഖലയിൽ വീണ്ടും മിസൈലുകളും ബോംബറുകളും സ്ഫോടന ശബ്ദങ്ങളും മുഴങ്ങാൻ തുടങ്ങിയതോടെ വടക്കൻ ഇസ്രായേലിലെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായി മാറിയിരിക്കുകയാണ്.